to the bishops and officers of the church, and to you, my brothers and sisters in Christ Jesus. അഭിമന്യ തിരുമേനിമാരെ, ക്രിസ്തുവിൽ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, I count it a privilege to stand before you one more time ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ വചനവുമായി നിൽക്കുന്നതിന് ദൈവം എന്നെ സഹായിച്ചത് വലിയ പദവിയാണ്. to search the scriptures together. നമുക്കൊരുമിച്ച് വചനം പഠനം നടത്തുന്നതിന്, അന്വേഷിക്കുന്നതിന് ഈ അവസരം ദൈവം തന്നല്ലോ. On yesterday, my wife wanted to come to the Bible study. ഇന്നലെ എൻ്റെ പത്നി ഈ വേദപഠനത്തിൽ വന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. But I told her it was for men only. എന്നാൽ ഞാൻ അവരോട് പറഞ്ഞു ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് എന്ന്. So she stayed in the room. അതുകൊണ്ട് അവരവിടെ മുറിയിൽ തന്നെ ഇരുന്നു. I learned after I got here that they had been combined. ഇവിടെ എത്തിയതിന് ശേഷമാണ് ഇത് സമ്മിശ്ര പുരുഷാരമാണ് പങ്കെടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. And that it would have been all right for her to come. അതുകൊണ്ട് അവർ കൂടെ ഇതിനകത്ത് വരുന്നതിനൊരു കുഴപ്പമില്ല എന്ന് എനിക്ക് മനസ്സിലായി. So she is here this morning. അതുകൊണ്ട് ഇന്ന് എൻ്റെ പത്നി ഈ പഠനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. We want to continue on with our study. ഇന്നലെ നാം പഠിച്ചതിൻ്റെ തുടർച്ചയായി ഇന്ന് നാം പഠിക്കുകയാണ്. Yesterday morning I tried to give a broad overview of the Sermon on the Mount. പർവ്വത പ്രസംഗത്തെക്കുറിച്ചുള്ള ഒരു മുഖവുര ഇന്നലെ പങ്കുവെക്കാനായി ഞാൻ ശ്രമിച്ചു. And then moved today to a more narrow understanding of the Beatitudes. ഭാഗ്യവർണ്ണനകളെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രവേശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. So before I read the scripture, and I would like to say a word of prayer. പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. Come now, O Lord, in power and in might. കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് ശക്തിയോടും മഹിമയോടും കൂടെ അവിടുന്ന് എഴുന്നള്ളണമേ. Let the words of my mouth and the meditations of our hearts എൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും be acceptable in your sight, O God, our strength and our Redeemer. അവിടുത്തേക്ക് പ്രസാദകരമാക്കണമേ, ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ ഞങ്ങളുടെ ദൈവമേ. Amen. ആമേൻ. On yesterday, I tried to give a broad overview of the sermon. I read Matthew 5:1. ഇന്നലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം നാം വായിച്ചിരുന്നു. പർവ്വത പ്രസംഗത്തെക്കുറിച്ചുള്ളൊരു ആമുഖവും പറഞ്ഞിരുന്നു. And I said several things about the scriptures that I would like to re-emphasize today. ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഇന്ന് ആവർത്തിക്കണം, ഒന്ന് ഓർപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. And I will list them or enumerate them just for clarity's sake. വ്യക്തത വരുവാനായി 1, 2, 3 എന്ന് അത് പറയുവാൻ ഞാനിപ്പോൾ താല്പര്യപ്പെടുന്നു. This mic is blocking me from reading. Can I move the mic back a little bit? I can't see the paper. Yes. Is it okay? Yeah. Can they hear me? Yeah, I can hear. Okay. Number 1. ഒന്നാമതായി, The Sermon on the Mount presents Jesus as the God-authorized teacher, and that believing in Jesus means doing what Jesus says. Thank you. യേശു കർത്താവിനെ ദൈവം അധികാരപ്പെടുത്തിയ ഗുരുവായി വേദപുസ്തകം അവതരിപ്പിക്കുന്നു. കർത്താവ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മോട് സംസാരിക്കുന്നത്. He is authorized by God to teach us, and the things that we are to learn means we are to do what he says. ദൈവം അധികാരപ്പെടുത്തിയ ഗുരുവായാണ് യേശു നമ്മുടെ മധ്യത്തിൽ വന്നത്.
കർത്താവ് നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കണം, ആവിഷ്കരിക്കണം എന്നത് കർത്താവ് ആഗ്രഹിക്കുന്നു. Believing in Jesus means that we do what Jesus says. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു നമ്മെ പ്രബോധിപ്പിച്ചത് നാം പ്രായോഗികമാക്കുക എന്നാണ്. I made an example yesterday of Donald Trump Jr. ഞാൻ ഇന്നലെ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിൻ്റെ ഉദാഹരണം പറഞ്ഞിരുന്നു. He professes to be a Christian. അദ്ദേഹം ഒരു ക്രൈസ്തവനാണ്, വിശ്വാസിയാണ് എന്നാണ് പ്രസ്താവിക്കുന്നത്. And he has every right to make that profession. താനൊരു വിശ്വാസിയാണ് എന്ന് പറയുന്നതിനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട്. But he says some things that Jesus says to do, he does not believe in. എന്നാൽ യേശു പറഞ്ഞതിൽ ചില കാര്യങ്ങൾ താൻ വിശ്വസിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. He said he does not believe in turning the other cheek. ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു കർത്താവിൻ്റെ പ്രബോധനം ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. I simply cite him by way of example. ഞാൻ അദ്ദേഹത്തെ ഒരു ഉദാഹരണമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. That believing in Jesus means doing what Jesus says. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു പ്രബോധിപ്പിച്ചതിനെ പ്രായോഗികമാക്കുക എന്നാണ്. We do not get to pick and choose. നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ചിലതൊക്കെ തിരഞ്ഞെടുത്ത് അനുസരിക്കാനുള്ള അവകാശമില്ല. Yea, Lord, I'll do that, but I don't want to do that. കർത്താവേ, ഞാൻ ഇത് ചെയ്യും പക്ഷേ അത് ചെയ്യുകയില്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. No, we do what Jesus says. യേശു എന്ത് പറയുന്നുവോ അത് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. Even the hard parts. വളരെ കഠിനമെന്ന് നാം വിചാരിക്കുന്ന ചിന്തകൾ പോലും പ്രായോഗികമാക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. Number 2, രണ്ടാമതായി, the Sermon on the Mount describes what human life and human community look like when they come under the gracious rule and reign of God. മനുഷ്യ വ്യക്തികളും മനുഷ്യ സമൂഹങ്ങളും ദൈവരാജ്യത്തിൻ്റെ പ്രഭാവത്തിന് കീഴിൽ വരുമ്പോൾ അവരെങ്ങനെ ഇരിക്കുമെന്നും അവർ എന്ത് ചെയ്യുമെന്നും ഈ പർവ്വത പ്രസംഗം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. When God's rule has been fully consummated on this earth, ദൈവിക ഭരണം ഈ ഭൂമിയിൽ പൂർണ്ണമാകുമ്പോൾ what will the world look like? ഈ ലോകം എങ്ങനെ ഇരിക്കും? They will look like the ethical principles inherent in the Sermon on the Mount. പർവ്വത പ്രസംഗത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രമാണങ്ങൾക്കും അനുസരിച്ച് പെരുമാറുന്ന ഒരു ലോകമായിരിക്കും അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുക. I define the kingdom of God as the rule and reign of God upon this earth. ദൈവത്തിൻ്റെ ഭരണവും ദൈവത്തിൻ്റെ നീതിയും ഈ ലോകത്തിൽ യാഥാർത്ഥ്യമാകുന്ന ഒരവസ്ഥയ്ക്കാണ് ദൈവരാജ്യം എന്ന് ഞാൻ നിർവചനം നൽകിയത്. There is a song that we used to sing and it went like this. ഞങ്ങൾ പാടുന്ന ഒരു പാട്ടുണ്ട്, അതിങ്ങനെയാണ്: I'll say yes, Lord, yes. യേശുവേ, ഞാൻ നിന്നോട് ഉവ്വ് ഉവ്വ് എന്ന് പറയും. To your will and to your way. നിന്റെ വഴികളും നിന്റെ ഹിതവും എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലായ്പ്പോഴും ഉവ്വ് എന്ന് പറഞ്ഞ് സ്വീകരിക്കും. I'll say yes, Lord, yes, and trust you every day. കർത്താവേ, നിന്നെ ഞാൻ ഉവ്വ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്യും. When the Spirit speaks to me, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുമ്പോൾ with my whole heart, I'll agree. എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അതിനെ സമ്മതം മൂളും. And my answer will be yes, Lord, yes. എല്ലായ്പ്പോഴും ദൈവത്തോടുള്ള എൻ്റെ ഉത്തരം ഉവ്വ് കർത്താവേ എന്ന് തന്നെ ആയിരിക്കും. When the rule and reign of God is fully consummated. ദൈവത്തിൻ്റെ ഭരണം
ഈ ലോകത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ, അത് പൂർണ്ണമാകുമ്പോൾ, we will say yes to God on all things. എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ഉവ്വ് എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകും. And that's what human life and human community will look like. അന്ന് ഈ ലോകവും ലോകത്തിലെ മനുഷ്യരും അപ്രകാരം ദൈവഹിതം അനുസരിക്കുന്നവരായി കാണപ്പെടും. On yesterday I asked, what does human life and human community look like when they come under the rule and reign of God? ദൈവത്തിൻ്റെ ഭരണക്രമത്തിൻ്റെ കീഴിൽ, ഭരണത്തിൻ്റെ കീഴിൽ ഈ ലോകം ആയിത്തീരുമ്പോൾ എങ്ങനെയായിരിക്കും ഈ മനുഷ്യ സമൂഹം, ഈ ലോകമെന്ന് ഞാൻ ഇന്നലെ പറയുവാൻ ശ്രമിക്കുകയുണ്ടായി. And the phrase I underscored was, they look different. ഞാൻ ഇന്നലെ അടിവരയിട്ട് പറയാൻ ശ്രമിച്ച ഒരു കാര്യം, അവർ ദൈവഭരണത്തിന് കീഴിൽ വന്നവർ വ്യത്യസ്തരായിരിക്കും എന്നാണ്. Jesus emphasized that his followers were to be completely different from others. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു അധികാരത്തെക്കുറിച്ചാണ്, ശക്തിയെക്കുറിച്ചാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. We are called to be different. നാം വ്യത്യസ്തരായിരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. Come out from among them. അവരുടെ മധ്യത്തിൽ നിന്നും വേർപെട്ടിരിക്കുക എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. And be ye separate. നിങ്ങൾ വ്യത്യസ്തരായിരിക്കുക, വേർപെട്ടിരിക്കുക. Do not conform to this world. ഈ ലോകത്തോട് അനുരൂപമാകരുത്. We are called to be different. നാം വ്യത്യസ്തരായിരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. Number 4, I said, നാലാമത്തെ കാര്യമായി ഞാൻ പറഞ്ഞത്, Jesus is speaking to those who are already his disciples. കർത്താവ് സംസാരിക്കുന്നത് നേരത്തെ തന്നെ തൻ്റെ ശിഷ്യരായി തീർന്നവരോടാണ്, അല്ലെങ്കിൽ ശിഷ്യ സമൂഹത്തോടാണ് പ്രബോധനം നൽകുന്നത്. Jesus is speaking to people who have already said they believe in him. യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞവരോടാണല്ലോ കർത്താവ് പർവ്വത പ്രസംഗം പറയുന്നത്. That they will take up their cross and follow him. യേശുവിനെ തങ്ങളുടെ കുരിശെടുത്ത് അനുഗമിക്കും എന്ന് പറഞ്ഞവരോടാണ് ഈ പർവ്വത പ്രസംഗം കർത്താവ് പറഞ്ഞത്. He is speaking to believers in this Sermon on the Mount. ഈ പർവ്വത പ്രസംഗത്തിൽ വിശ്വസിക്കും എന്ന് കർത്താവിന് ബോധ്യമുള്ളവരോടാണ് കർത്താവ് പർവ്വത പ്രസംഗത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് കേൾപ്പിച്ചത്. And even though we are believers, നമ്മൾ വിശ്വാസികളാണെങ്കിൽ പോലും, even though we love and trust him, നാം കർത്താവിനെ സ്നേഹിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും, even though we've made up in our minds that we're going to follow him, നാം കർത്താവിനെ അനുഗമിക്കുവാനായി തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ പോലും, we can never reach his standard of perfection. കർത്താവിൻ്റെ നിലവാരത്തോട് ഉയർന്നു വരുവാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. I said on yesterday, ഇന്നലെ ഞാൻ അതാണല്ലോ പറഞ്ഞത്, when I began to study these scriptures in earnest, ഈ തിരുവചനം ഞാൻ വളരെ താല്പര്യപൂർവ്വം പഠിക്കുവാൻ തുടങ്ങിയ കാലത്ത്, specifically the Beatitudes, പ്രത്യേകിച്ച് ഈ ഭാഗ്യവർണ്ണനകൾ ഞാൻ വായിച്ചു തുടങ്ങിയ സമയം, I came to realize how far I am. കർത്താവെ, ഞാൻ എത്രമാത്രം അതിൽ നിന്നും അകലെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. From what God is calling me to be. ഞാൻ എന്തായിരിക്കണം എന്നുള്ളതിലേക്ക് ദൈവം എന്നെ വിളിക്കുന്നുവോ അതിൽ നിന്നും എത്രയോ കാതം ദൂരെയാണ് ഞാൻ എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. I'm an old man now. ഇപ്പോൾ ഞാൻ ഒരു പ്രായമുള്ള മനുഷ്യനായി. In my 70s. ഞാൻ എൻ്റെ 70കളിലാണ്. And I'm still so far. ഇന്നും ഞാൻ വളരെ ദൂരെയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. From what God is calling me to be. എന്നെ എന്തായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ച് വിളിച്ചുവോ അതിൽ നിന്നും ഞാൻ വളരെ ദൂരെയാണ് ഇപ്പോഴും എന്നുള്ളത് സത്യമാണ്. My only hope എൻ്റെ ഒരേ ഒരു പ്രത്യാശ is the knowledge that we can never reach his standard of perfection. കർത്താവിൻ്റെ ആ ഒരു നിലവാരത്തിലേക്ക്
എനിക്ക് ഉയരുവാൻ കഴിയുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ്. But in our desire to approximate them, അതേസമയം ഞാൻ വ്യത്യസ്തനായിരിക്കണമെന്നുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ്. we give evidence of what by God's free grace we already are. ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച്, ദൈവത്തിൻ്റെ സൗജന്യമായ കൃപയെക്കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തുന്നത് ആ കൃപയെക്കുറിച്ചുള്ള ധാരണയാണ്. When it comes to the ethical standards of the Sermon on the Mount, പർവ്വത പ്രസംഗത്തിൻ്റെ ധാർമ്മിക നിലവാരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, I'm not what I ought to be. ഞാൻ ആയിരിക്കേണ്ടത് ഞാൻ ആയിട്ടില്ല. I'm not what I'm going to be. ഞാൻ ആയിരിക്കേണ്ടത് ഞാൻ ഇതുവരെ ആയിട്ടില്ല. But when I think about what I was, എന്നാൽ ഞാൻ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിയാം. I'm so much better than I used to be. ഞാൻ അന്ന് ആയിരുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് വളരെ പുരോഗമിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. But I know I'm not there yet. എന്നാലും ഞാൻ ആ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. And I don't mean to speak so personally. വളരെ വ്യക്തിനിഷ്ഠമായ ആത്മനിഷ്ഠമായി സംസാരിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. But I still let things upset me. എന്നാൽ എന്നെ വിഷമിപ്പിക്കുന്ന ചില കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. Sometimes my temper gets the best of me. ചില സന്ദർഭങ്ങളിൽ ഞാൻ വല്ലാതെ കോപിച്ചു പോകുന്നു. Sometimes I can be short with the wife early in the morning. ചില സമയങ്ങളിൽ അതിരാവിലെ ഞാൻ എൻ്റെ ഭാര്യയോട് കോപിക്കും. And she lets me know it. പുള്ളിക്കാരി എന്നോട് അത് പറയുകയും ചെയ്യും. But I recognize that I'm not there yet. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഞാൻ ഇപ്പോഴും ഞാൻ ആകേണ്ടതായി തീർന്നിട്ടില്ല എന്ന്. Talked on yesterday about that passage in the Bible that says, അത് പറയുന്ന വേദഭാഗത്തെക്കുറിച്ച് ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു. Lord, I believe. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. Help thou my unbelief. എൻ്റെ അവിശ്വാസത്തിന് എന്നോട് ക്ഷമിക്കണമേ എന്ന് ഉള്ള പ്രാർത്ഥനയാണത്. I want to believe. ഞാൻ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. I want to live out these ethical principles. ഈ പുസ്തകം എനിക്ക് പറഞ്ഞു തരുന്ന ധാർമ്മിക പ്രമാണങ്ങളെ വിശ്വസിക്കണം, പ്രായോഗികമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. But in all honesty, എന്നാൽ അത് പൂർണ്ണമായും സത്യമായും ചെയ്യുവാൻ കഴിയുന്നില്ല. I'm not there yet. ഇന്നും ഞാൻ ആ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. Pray for me. എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. Number 5. അഞ്ചാമത്തെ കാര്യം, even as we strive to achieve these ethical principles, പർവ്വത പ്രസംഗം നമ്മെ പഠിപ്പിക്കുന്ന ധാർമ്മിക പ്രമാണങ്ങളിൽ എത്തിച്ചേരുവാൻ നാം പരിശ്രമിക്കുമ്പോൾ, we are always conscious of our sinfulness and shortcomings. നമ്മുടെ കുറവുകളെക്കുറിച്ചും നമ്മുടെ പാപങ്ങളെക്കുറിച്ചും നാം ബോധ്യമുള്ളവരായി തീരും. And therefore should never become puffed up in pride. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അഹന്തയുള്ളവരായി, അഹങ്കാരമുള്ളവരായി തീരുവാൻ പാടില്ല. Never become puffed up in pride at what we have accomplished. നമ്മൾ നേടിയതിനെക്കുറിച്ച് നാം വല്ലാതെ ചീർത്തു പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. I used to tell the students that I taught, ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, preparing for Christian ministry, ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നവരെയാണല്ലോ ഞാൻ പഠിപ്പിച്ചത്. there will always be people in your congregation നിങ്ങളുടെ ഇടവകകളിൽ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ ചില പ്രത്യേക തരത്തിലുള്ള ആളുകളുണ്ടാവാം, who have a deeper faith in God than you. നിങ്ങൾക്കുള്ളതിനേക്കാൾ ആഴമായ വിശ്വാസമുള്ള ചിലരെങ്കിലും നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ഇടവകകളിൽ ഉണ്ടാകാമെന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കാറുണ്ട്. There will always be people in your congregation നിങ്ങളുടെ ഇടവകകളിൽ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ഇടങ്ങളിൽ who have a closer walk with God than you. നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നടക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ചേർന്ന് നടക്കുന്ന വിശ്വാസ വീരന്മാർ നിങ്ങളുടെ പള്ളികളിലുണ്ടാവാം. Just because you are the pastor, നീ അച്ഛനായതുകൊണ്ടോ ശുശ്രൂഷകനായതുകൊണ്ടോ that does not mean you cannot learn from them. അവരിൽ നിന്ന്
ചില കാര്യങ്ങൾ നിനക്ക് പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. They may not have a Princeton education, പ്രിൻസ്റ്റൺ തിയോളജിക്കൽ സെമിനാരിയിൽ പഠിച്ച പാരമ്പര്യമൊന്നും അവർക്ക് ഉണ്ടാവുകയില്ല. but many of them know God better than you. എന്നാൽ അവരിൽ പലരും നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തെ അറിയുന്നവരാണ്. And we can learn from them. അവരിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. I thank God for the elders that I met in the early years of my ministry. എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളിൽ ഞാൻ കണ്ടെത്തിയ മുതിർന്നവരെ കുറിച്ച് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. They taught me so much about God and the things of God. ദൈവത്തെക്കുറിച്ചും ദൈവിക വിഷയങ്ങളെക്കുറിച്ചും അവരെന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. They had suffered, many of them, in Christ's name. ക്രിസ്തു നാമത്തിൽ അവർ എന്നെ പിന്തുണച്ചിട്ടുണ്ട്. And yet they were not puffed up and proud on their journey. എന്നാൽ അവരാരും അവരുടെ വിശ്വാസയാത്രയിൽ വല്ലാതെ ചീർത്തിരുന്നവരല്ല, അഹങ്കാരികളായിരുന്നില്ല. I had a woman in my congregation എൻ്റെ ഒരു ശുശ്രൂഷ സ്ഥാനത്തുണ്ടായിരുന്ന ഒരു വനിതയെ ഞാൻ ഓർക്കുന്നു. who contracted polio. അവർക്ക് പോളിയോ പിള്ളവാതം എന്ന രോഗം ഉണ്ടായിരുന്ന ആളാണ്. 3 weeks before the discovery of the Salk vaccine. സോക്ക് വാക്സിൻ്റെ കണ്ടുപിടുത്തത്തിന് 3 ആഴ്ചകൾക്ക് മുമ്പ് 3 weeks before the discovery of that vaccine, she contracted polio. ഈ ഒരു അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കുന്നതിന് 3 ആഴ്ചകൾക്ക് മുമ്പാണ് അവർക്ക് പോളിയോ ബാധ ഉണ്ടായത്. And for the rest of her life, she could not move her legs. പിന്നീടുള്ള അവരുടെ ആയുഷ്കാലത്ത് ഒരിക്കലും അവരുടെ കാലുകൾ ചലിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നില്ല. But she was the most happiest person you would ever want to meet. എന്നാൽ നിങ്ങൾ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും സന്തുഷ്ടയായ സന്തോഷമുള്ള ഒരു വനിതയായിരുന്നു അവർ. When I was down in spirit, I went to see her. ഞാൻ എപ്പോഴെങ്കിലും വല്ലാതെ വിഷാദഭാവത്തിലായാൽ ഞാൻ അവരെ പോയി കാണുമായിരുന്നു. She did not let her suffering make her bitter. തൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ, കഷ്ടതകൾ അവരെ കൂടുതൽ കയ്പുള്ളവളാക്കി ഒരിക്കലും തീർത്തിട്ടില്ല. She was not mad at God for what had happened to her. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ പഴി പറയുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നില്ല. In time, she came to accept what had happened and went rejoicing on her way. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുകയും അതിൻ്റെ പേരിൽ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. I must be honest with you today. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, That crippled woman in that wheelchair ആ വീൽ ചെയറിലിരുന്ന തളർവാദം വന്ന ആ പാവപ്പെട്ട വനിതയുണ്ടല്ലോ, taught me more about what it means to follow Jesus യേശുവിനെ അനുഗമിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എന്നെ കൂടുതൽ പഠിപ്പിച്ചത് ആ സ്ത്രീയാണ്. than anything I learned in the seminary. ഞാൻ സെമിനാരിയിൽ പഠിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ആ വനിതാ രത്നത്തിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തു. And don't get me wrong, seminary taught me a lot. പ്രിയപ്പെട്ടവരെ, എന്നെ തെറ്റിദ്ധരിക്കരുത്, സെമിനാരിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. And I'm grateful to the professors for the wisdom that they instilled in me. എന്നിൽ എൻ്റെ പ്രൊഫസർമാർ നൽകിത്തന്ന പരിജ്ഞാനത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ചും എനിക്ക് അവരോട് വളരെ നന്ദിയുമുണ്ട്. But when I looked at that woman in that wheelchair, എന്നാൽ ചക്രക്കസേരയിലിരിക്കുന്ന ആ പാവപ്പെട്ട വനിതയെ കാണുമ്പോൾ I found more about Christ. ഞാൻ ക്രിസ്തുവിന് നന്ദി പറയുന്നത് അവരെ പ്രതിയാണ്. And how to truly follow him. എങ്ങനെയാണ് വാസ്തവമായും കർത്താവിനെ അനുഗമിക്കേണ്ടതെന്ന് അവരാണ് എന്നെ പഠിപ്പിക്കുന്നത്. That crippled woman ആ തളർവാദം വന്ന സ്ത്രീ taught me more about the Beatitudes ഭാഗ്യവർണ്ണനകളെക്കുറിച്ച് എന്നെ കൂടുതൽ പഠിപ്പിച്ചത് അവരാണ് than anything I've read in any book anywhere. ഏതെങ്കിലും ഒരു പുസ്തകത്തിലോ ഏതെങ്കിലും ഒരു പാഠശാലയിലോ
ഞാൻ പഠിച്ചതിനേക്കാൾ കൂടുതൽ പ്രായോഗികമായ ദൈവഭക്തിയെ എന്നെ പഠിപ്പിച്ചത് ആ വനിതാരത്നമാണ്. May God bless her and may she rest in peace. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, അവർ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ. So we can never be puffed up in pride at what we have accomplished. പ്രിയരെ, നാം നേടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരിക്കലും അഹങ്കാരം ഉണ്ടാകേണ്ട ആവശ്യമില്ല. Because when you are truly following Christ, it makes you humble. കർത്താവിനെ വാസ്തവമായി അനുഗമിക്കുമ്പോൾ നാം കൂടുതൽ വിനയാന്വിതരായി തീരും. 6, since Jesus is first of all addressing the community of his followers. കർത്താവ് തൻ്റെ അനുഗാമികളായ ആളുകളെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ആറാമത്തെ കാര്യം, The church should comprise the primary arena of their application. പർവ്വത പ്രസംഗത്തിൻ്റെ പ്രായോഗികത പ്രാഥമികമായും ഉണ്ടാകേണ്ടത് കർത്താവിൻ്റെ അനുഗാമികൾ ഉൾക്കൊള്ളുന്ന കർത്താവിൻ്റെ സഭയിലാണ്. What I meant by that is Jesus is first of all talking to church people. അതായത് കർത്താവായ യേശു ക്രിസ്തു സംസാരിക്കുന്നത് വിശ്വാസികളായ സഭാമക്കളോടാണ്. He is talking to us, the household of faith. ദൈവത്തിൻ്റെ ഭവനക്കാരായ വിശ്വാസികളായ നമ്മോടാണ് കർത്താവ് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. It is all right for people like Mohandas Gandhi to appreciate മോഹൻദാസ് ഗാന്ധിയെ പോലുള്ള ആളുകൾ ഈ പർവ്വത പ്രസംഗത്തെ കൂടുതൽ ആസ്വദിച്ചിട്ടുണ്ട്, അതിനെ കൂടുതൽ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിലും he can appreciate the principles of the Sermon on the Mount. പർവ്വത പ്രസംഗത്തിലെ ധാർമ്മിക തത്വങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. എങ്കിലും as an outside observer, അദ്ദേഹം പുറത്തുനിന്ന് അതിനെ വീക്ഷിച്ച ഒരാളാണ്. laying no claim to belief in Christ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്നുള്ള ഒരവകാശവാദവും അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. That's fine for Gandhi to do that. അങ്ങനെ ചെയ്യുവാൻ മഹാത്മാഗാന്ധിക്ക് അവകാശമുണ്ട്. But Jesus is speaking to the church. എന്നാൽ യേശു സംസാരിക്കുന്നത് തൻ്റെ സഭയോടാണ്. He is speaking to his followers. കർത്താവിനെ അനുഗമിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരോടാണ് കർത്താവ് സംസാരിക്കുന്നത്. When he enunciates these ethical principles. ഈ ധാർമ്മിക പ്രമാണങ്ങൾ കർത്താവ് സംസാരിക്കുമ്പോൾ പ്രസ്താവിക്കുമ്പോൾ നമ്മളോടാണ്. But the church must try to permeate society with these ideals. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ധാർമ്മിക പ്രമാണങ്ങൾ കൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തെ സ്വാധീനിക്കുവാൻ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. And how do we do that? എങ്ങനെയാണ് നമുക്കത് ചെയ്യുവാൻ കഴിയുക? By letting our light shine. നമ്മുടെ വെളിച്ചം പ്രകാശിക്കുന്നതിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. We don't do it by forcing people to apply these principles to their life. മനുഷ്യജീവിതങ്ങളിൽ ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് ആളുകളെ പ്രചോദിപ്പിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നതിനും ചില സുവിശേഷകരെയോ ആളുകളെയോ നിയമിക്കുന്നത് കൊണ്ട് ഇത് സാധ്യമല്ല. But we let them see our good works. നമ്മളിലുള്ള നന്മയെ അവർ കണ്ടെത്തുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. And then glorify our Father who is in heaven. സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മിലുള്ള വെളിച്ചം പ്രകാശിപ്പിക്കുമ്പോൾ മാത്രമേ അത് കഴിയുകയുള്ളൂ. Back home in America, അമേരിക്കയിൽ the conservatives are trying to force religion upon people. യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകൾ മതവിശ്വാസത്തെ മറ്റുള്ളവരിൽ സമ്മർദ്ദം ചെലുത്തി പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. They are passing laws that say you have to read the 10 commandments in the schools. 10 കൽപ്പനകൾ വിദ്യാലയങ്ങളിൽ വായിക്കണമെന്നും പഠിപ്പിക്കണമെന്നും ഒക്കെയുള്ള നിയമം അവരുണ്ടാക്കുന്നുണ്ട്. They want to pass laws again that say you have to pray in school. സ്കൂളുകളിൽ പ്രാർത്ഥിക്കണം എന്നുള്ള നിയമം അവരുണ്ടാക്കുന്നുണ്ട്. They are trying to force religion on people. ഈ നിയമങ്ങളിലൂടെയൊക്കെ മറ്റുള്ളവരുടെ മേൽ മതം അടിച്ചേൽപ്പിക്കുവാൻ അവർ ശ്രമിക്കുകയാണ്. You cannot
force religion upon people. എന്നാൽ ജനങ്ങളുടെ മേൽ ആർക്കും വിശ്വാസത്തെ അടിച്ചേൽപ്പിക്കുവാൻ കഴിയുകയില്ല. It is something that they must willingly embrace on their own. മനഃപൂർവ്വമായി സ്വയമായി സ്വീകരിക്കേണ്ട ഒന്നാണ് വിശ്വാസം എന്നത്. The best way for us to win people to Christ ക്രിസ്തുവിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം is for them to see Christ in our lives. നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക എന്നതാണ്. Let them see us living the principles of the Sermon on the Mount. പർവ്വത പ്രസംഗത്തിൻ്റെ തത്വങ്ങൾക്കനുസരിച്ച് നാം ജീവിക്കുന്നു എന്നുള്ളത് അവർ കാണട്ടെ. Let them see us in our walk with Jesus Christ every day. ക്രിസ്തുവിനോട് കൂടെയുള്ള നമ്മുടെ അനുദിന നടപ്പ് അവർ കണ്ട് അനുസരിക്കട്ടെ. I spoke on yesterday about a man who picked me up one Sunday morning when I was guest preaching. ഒരിടത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ എന്നെ കാറിൽ യാത്ര ചെയ്തുകൊണ്ട് എന്നെ കൊണ്ടുപോയ ഒരാളിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. He picked me up at the hotel to drive me to the church. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ഞാൻ പ്രസംഗിക്കേണ്ട പള്ളിയിലേക്ക് എന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയത് അദ്ദേഹമാണ്. He was a deacon in the church. സഭയിലെ ഒരു ശുശ്രൂഷകനായിരുന്നു അദ്ദേഹം. And when I got in the car with him, ഞാൻ അദ്ദേഹത്തോടൊപ്പം കാറിൽ കയറിയപ്പോൾ immediately a car cut in front of him. വേറൊരു കാറ് നേരെ അതിൻ്റെ മുമ്പിൽ വന്ന് നിന്നു, മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ. Oh, and he started cursing. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എന്തൊക്കെയാ വന്നത്. And throwing his hands and all out the window. കാറിൻ്റെ ജനാലയിലൂടെ കൈ പുറത്തേക്കിട്ട് അയാൾ എന്തൊക്കെയോ ആംഗ്യമൊക്കെ കാണിച്ചു. The further we went, whenever someone would do something he didn't like, പിന്നെ മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ആരോ റോഡിൽ ചെയ്യുന്നത് കണ്ടു. he would curse them out. അദ്ദേഹം ശപിക്കാൻ തുടങ്ങിയവരെ. I mean, use some strong language. അതായത് അദ്ദേഹം വളരെ കഠിനമായ ചില വാക്കുകളാണ് ആ മറ്റേ ആളിനെതിരെ പറയാൻ തുടങ്ങിയത്. And when we finally drove up to the church, ഒടുവിൽ ഞങ്ങൾ അങ്ങ് പള്ളിയിൽ എത്തിച്ചേർന്നപ്പോൾ he looked at me and he said, അദ്ദേഹം എന്നെ നോക്കി പറഞ്ഞു, well, Reverend, we can thank Jesus. ഓ അച്ഛാ, നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. He brought us safely to the church. നമ്മളെ സുരക്ഷിതമായി ഇങ്ങ് പള്ളി വരെ ദൈവം കൊണ്ടുവന്നല്ലോ, അതിന് ദൈവത്തിന് നന്ദി പറയാമെന്ന്. I said to myself, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, I think Jesus got out of this car a long time ago. എത്രയോ മുമ്പ് തന്നെ കർത്താവ് ഈ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. People have to see Jesus in us. പ്രിയരെ, നമ്മെ കാണുന്നവർ നമ്മിൽ ക്രിസ്തുവിനെ കാണണം. People have to see us living the ethical principles laid out by Jesus. യേശുതമ്പുരാൻ നമുക്ക് പറഞ്ഞു തന്ന ധാർമ്മിക പ്രമാണങ്ങളെ ജീവിതത്തിൽ ആവിഷ്കരിക്കുന്നവരായി ലോകം നമ്മെ അറിയട്ടെ. So I say no to the conservatives. അതുകൊണ്ട് ഞാൻ ഈ യാഥാസ്ഥിതിക മനോഭാവമുള്ളവരോട് അരുത് എന്ന് പറയും. Who want to force religion on us. നമ്മുടെ മേൽ ഈ വിശ്വാസവും മതവും അടിച്ചേൽപ്പിക്കുന്നവരോട് അരുത് എന്ന് ഞാൻ പറയും. Who want to pass laws making us be religious. നമ്മളെ മതനിഷ്ഠയുള്ളവരാക്കി തീർക്കുന്നതിന് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നവരോട് ഞാൻ അരുത് എന്ന് പറയും. You cannot make me be religious. എന്നെയോ മറ്റുള്ളവരെയോ മതനിഷ്ഠയുള്ളവരാക്കി തീർക്കുന്നതിന് നിങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾക്ക് ഒന്നും കഴിയുകയില്ല. Let me see Christ in your life. നിന്റെ ജീവിതത്തിൽ അവർ ക്രിസ്തുവിനെ കാണട്ടെ. And then ask you, എന്നിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ, what must I do to be saved? രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന്. Amen. ആമേൻ. 7. ഏഴാമതായി, Then finally I noted that these ethical principles are not easy. ഞാൻ ഇന്നലെ ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ഈ ധാർമ്മിക പ്രമാണങ്ങളൊന്നും അനുസരിക്കുന്നത് അത്ര ആയാസരഹിതമായ കാര്യമല്ല എന്നാണ്. But then life is not an easy matter. ജീവിതവും അത്ര ആയാസരഹിതമായ കാര്യം അല്ലല്ലോ. And the Sermon on the Mount is concerned with life.
പർവ്വത പ്രസംഗം ജീവിതഗന്ധിയാണ്, ജീവിത സംബന്ധിയാണ്. I mentioned this song yesterday that I used to sing in the black church. ഞങ്ങളുടെ അമേരിക്കൻ പള്ളിയിൽ, ഞങ്ങളുടെ കറുത്ത വർഗ്ഗക്കാരുടെ പള്ളികളിൽ ഞങ്ങൾ ഈ പാട്ട് പാടാറുണ്ട്. It says, step by step, അതിങ്ങനെയാണ് പറയുക, അടിവെച്ച് we'll make the journey, ഞങ്ങൾ ഈ യാത്ര ചെയ്യും. even though our way seems hard. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാതകൾ കഠിനമായി തോന്നുമ്പോഴും ഈ യാത്ര തുടരും. Step by step, അടിവെച്ച് we'll make the journey. ഞങ്ങൾ ഈ യാത്ര തുടരും. But we must put our trust in God. ഈ യാത്ര തുടരുന്നതിന് നമ്മുടെ ആശ, നമ്മുടെ ആശ്രയം ദൈവത്തിൽ നാം അർപ്പിക്കേണ്ടതുണ്ട്. That was a summary of yesterday. ഇന്നലെ പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. Shall we turn now നമുക്ക് ഇപ്പോൾ to the specifics of the Beatitudes? പർവ്വത പ്രസംഗത്തിലെ ഭാഗ്യവർണ്ണനകളുടെ ഓരോ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. And I want to read a few verses from Matthew 5. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നും ചില വാക്യങ്ങൾ വായിക്കട്ടെ. Matthew 5 and 3. 3-ാമത്തെ വാക്യം. Blessed are the poor in spirit, for theirs is the kingdom of heaven. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. Blessed are they that mourn, for they shall be comforted. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. Blessed are the meek, for they shall inherit the earth. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. Blessed are they which do hunger and thirst after righteousness, for they shall be filled. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. We will stop there at Matthew 5 and 6, and I hope to get there today. നമുക്ക് ഈ ഭാഗം വരെ, വായിച്ചിടം വരെയുള്ള കാര്യങ്ങൾ ഇന്ന് ധ്യാനിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Please bear with me. The Beatitudes, ഭാഗ്യവർണ്ണനകൾ, as they have traditionally been called from the Latin word for blessings, അനുഗ്രഹം എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഒരു ലത്തീൻ പദത്തിൽ നിന്നാണ് ഈ ബിയാറ്റിറ്റ്യൂഡ്സ് അഥവാ ഭാഗ്യവർണ്ണനകൾ എന്നുള്ള പദത്തിൻ്റെ ഉൽപ്പത്തി. the Greek word is makarios. അതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം മക്കാരിയോസ് എന്നാണ്. I think you have a bishop named Makarios, Yes. don't you? നമുക്ക് മക്കാരിയോസ് എന്ന പേരുള്ള ഒരു തിരുമേനി ഉണ്ടല്ലോ. Oh, I want that bishop to bless me when I see him again. Yesterday you saw him. Yeah, right. Okay. He was presiding. Yeah, തിരുമേനിയെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങണം എന്നെനിക്ക് താല്പര്യമുണ്ട്. Latin word for blessings are a common biblical form in both the Old and New Testaments. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ ലത്തീൻ പദത്തിൻ്റെ ഉൽപ്പത്തിയുള്ള ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. The word blessed refers to those who are and or will be happy. സന്തോഷചിത്തരായ ആളുകളെ കുറിക്കുന്നതിനാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലെസ്സഡ്, അനുഗ്രഹീതർ, ഭാഗ്യവാന്മാർ എന്നുള്ള പദം. Or can also mean fortunate. ഭാഗ്യമുള്ളവർ എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കും. Or it can also mean congratulated. അഭിനന്ദിക്കപ്പെടേണ്ടവർ എന്നുള്ള അർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. So that word blessed can mean ഭാഗ്യവാന്മാർ എന്നുള്ള ആ പദം ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. happy, അവർ സന്തോഷചിത്തരായിരിക്കും, fortunate, ഭാഗ്യവാന്മാരായിരിക്കും, or those to be congratulated. അവർ അഭിനന്ദിക്കപ്പെടേണ്ടവരുമാണ് എന്നർത്ഥം. Why? എന്തുകൊണ്ടാണത്? Because of God's response to their behavior or situation. എന്തുകൊണ്ടെന്നാൽ ഓരോ സാഹചര്യങ്ങളോടുമുള്ള അവരുടെ പ്രതികരണവും അവരുടെ പെരുമാറ്റവും അങ്ങനെ ആയതുകൊണ്ടാണ് ദൈവം അവരെ അഭിനന്ദിക്കുന്നത്. Those people are happy or fortunate because of how God looks upon them. ദൈവം അവരെ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവരെ അംഗീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്
അവർ സന്തോഷചിത്തരും ഭാഗ്യവാന്മാരുമായി തീർന്നിട്ടുള്ളത്. So another way to say what I have read is, ഞാൻ ഇവിടെ വായിച്ചതിൻ്റെ അർത്ഥം എന്താണ്? how fortunate are the poor in spirit. ആത്മാവിൽ ദരിദ്രരായവർ എത്രയോ ഭാഗ്യവാന്മാരാണ്. Or how happy are the pure in heart. ഹൃദയത്തിൽ ശുദ്ധിയുള്ളവർ എത്രയോ ഭാഗ്യവാന്മാരാണ്. Or even congratulations to the pure in heart. ഹൃദയശുദ്ധിയുള്ളവർ അഭിനന്ദിക്കപ്പെടേണ്ടവരാണ്. Because they are going to see God. എന്തുകൊണ്ടെന്നാൽ അവരാണ് ദൈവത്തെ കാണുവാൻ പോകുന്നത്. Jesus declares God's kingdom to be present for those who are blessed. ഇങ്ങനെ അനുഗ്രഹീതരായിരിക്കുന്നവരുടെ മധ്യത്തിലാണ് ദൈവരാജ്യം അനുഭവമാകുന്നത് എന്ന് കർത്താവ് പറഞ്ഞു. Barclay, the biblical scholar, വേദപുസ്തക പണ്ഡിതനായ വില്യം ബാർക്ലേ says the Beatitudes in effect say, അദ്ദേഹം പറയുന്നത്, ഈ ഭാഗ്യവർണ്ണനകൾ വാസ്തവത്തിൽ പറയുന്നത്, oh, how happy is one who is a Christian. ഒരു വിശ്വാസി, ഒരു ക്രൈസ്തവൻ എത്രയോ അനുഗ്രഹീതനാണ് എന്നാണ് ഈ ഭാഗ്യവർണ്ണനകൾ പറയുന്നതെന്ന് അദ്ദേഹം പറയുക. Oh, the joy of following Christ. യേശുവിനെ അനുഗമിക്കുന്നതിൻ്റെ സന്തോഷത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് വില്യം ബാർക്ലേ പറയുന്നു. Oh, the sheer happiness of knowing Jesus Christ as Master. കർത്താവായി, ഗുരുവായി യേശുവിനെ അറിയുന്നതിൻ്റെ ഭാഗ്യം എത്രയോ വലുതാണ്, അതിൻ്റെ അനുഗ്രഹം എത്രയോ വലുതാണ് എന്ന് ഈ ഭാഗം പറയുന്നതായി ബാർക്ലേ വിശദീകരിക്കുകയാണ്. Happy are the ones who live this way. ഇവിടെ പറഞ്ഞിരിക്കുന്ന വഴികളിൽ, ഈ മാർഗങ്ങളിൽ ജീവിക്കുന്നവരാണ് സന്തോഷവാന്മാർ, അവരാണ് ഭാഗ്യവാന്മാർ. Poor in spirit, അവർ ആത്മാവിൽ ദരിദ്രരാണ്, pure in heart, ഹൃദയത്തിൽ ശുദ്ധിയുള്ളവരാണ്, meek and merciful, അവർ കരുണയുള്ളവരും സൗമ്യതയുള്ളവരുമാണ്, seeking after righteousness. അവർ നീതിയെ അന്വേഷിക്കുന്നവരാണ്. Another way to say it is the people who deserve to be happy. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് ഭാഗ്യവാന്മാരായിരിക്കുന്നതിന് യോഗ്യതയുള്ളവർ. Live this way. ഈ വഴിയിൽ ജീവിക്കുക, ഇപ്രകാരം ജീവിക്കുക. The Beatitudes address the balanced and diverse character of Christian people. ക്രിസ്തീയ സമൂഹത്തിൻ്റെ പക്വമാർന്നതും വൈവിധ്യമാർന്നതുമായ വഴികളെക്കുറിച്ച് ഈ ഭാഗ്യവർണ്ണനകൾ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. They are not addressed to 9 separate and distinct groups of disciples. പ്രിയപ്പെട്ടവരെ, 9 തരത്തിലുള്ള ശിഷ്യന്മാരെ കുറിച്ച് പറയുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. The Bible is not saying you have some pure people here, some poor people there, some meek people there. ഇവിടെ ചില ദരിദ്രരുണ്ട്, അവിടെ ചില ആത്മാവിൽ, അവിടെ ചില സൗമ്യതയുള്ളവരുണ്ട്, അവിടെ ഹൃദയശുദ്ധിയുള്ളവരുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, വ്യത്യസ്തരായിട്ടുള്ള ആളുകളെക്കുറിച്ചല്ല പറയുന്നത്. No. The Beatitudes address 9 qualities of the same group. എന്നാൽ ഭാഗ്യവർണ്ണനകൾ നമ്മോട് പറയുന്നത് 9 പ്രത്യേക സ്വഭാവവിശേഷങ്ങൾ വിശ്വാസിയിൽ കാണപ്പെടുന്നുവെന്നാണ്, എല്ലാവരിലും കാണപ്പെടുന്നുവെന്നാണ്. Who at one and the same time അവർ ഒരു കൂട്ടരിൽ തന്നെ ഈ 9 കാര്യങ്ങളും കാണും എന്നാണ് അതിൻ്റെ അർത്ഥം. are meek and merciful. അവർ സൗമ്യതയുള്ളവരും കരുണയുള്ളവരുമാണ്. Poor in spirit and pure in heart. അവർ ആത്മാവിൽ ദരിദ്രരും ഹൃദയശുദ്ധിയുള്ളവരുമാണ്. Mourning and hungry. അവർ വിലപിക്കുന്നവരും വിശക്കുന്നവരുമാണ്. Peacemakers and persecuted. അവർ സമാധാനം ഉണ്ടാക്കുന്നവരും ഒരുപക്ഷെ പീഡിപ്പിക്കപ്പെടുന്നവരുമാണ്. Furthermore, the group addressed in the Beatitudes ഇവരെല്ലാം, ഇങ്ങനെയുള്ളവരെല്ലാം ഇവിടെ ഈ ഭാഗ്യവർണ്ണനകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. is not a small elite spiritual aristocracy. പ്രിയപ്പെട്ടവരെ, തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചില ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വരേണ്യതയെക്കുറിച്ചല്ല ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. On the contrary, മറിച്ച്
The Beatitudes are Christ's specification of what every Christian ought to be. മറിച്ച് ഓരോ ക്രൈസ്തവനും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ ഭാഗ്യവർണ്ണനകൾ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. All of these qualities are to characterize all of his followers. കർത്താവിൻ്റെ അനുഗാമികളിൽ ഈ പറയപ്പെടുന്ന സ്വഭാവവിശേഷങ്ങൾ എല്ലാം തന്നെ കാണപ്പെടേണ്ടതുണ്ട്. Just like the ninefold fruits of the Spirit which Paul lists in Galatians 5:22 and 23. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൻ്റെ 9 ഫലത്തെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ, just like that fruit is to ripen in every Christian character. ഓരോ ക്രൈസ്തവനിലും കാണപ്പെടേണ്ട ഈ പ്രത്യേക ഫലങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിക്കുന്നത് പോലെ തന്നെയാണ് ഭാഗ്യവർണ്ണനകളിലുമുള്ള ഈ സ്വഭാവവിശേഷങ്ങൾ. So the Beatitudes which Christ speaks about describe his ideal for every citizen of the kingdom. ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായ എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട സ്വഭാവ വിശേഷതകളെക്കുറിച്ചാണ് ഭാഗ്യവർണ്ണനകളിൽ കർത്താവ് പറയുന്നത്. We cannot escape our responsibility to seek them. ഈ സ്വഭാവവിശേഷങ്ങൾ നമ്മുടേതാക്കി തീർക്കുന്നതിന് ഉള്ള ഒരു അന്വേഷണത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് ആർക്കും തന്നെ ഒഴിഞ്ഞിരിക്കുവാൻ കഴിയുകയില്ല. No one gets a pass. ആർക്കും പെട്ടെന്ന് ഒരു ജയിച്ചു എന്നുള്ള ഒരു മാർക്കൊന്നും കിട്ടുകയില്ല. Jesus does not say, യേശു പറയുന്നത്, oh, you have a quick temper, നിനക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുണ്ടോ, you get a pass on being meek. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഈ സൗമ്യതയുടെ ആത്മാവിലേക്ക് നിങ്ങൾ മാറേണ്ടതുണ്ട്, പ്രവേശിക്കേണ്ടതുണ്ട്. Oh, you have a double dose of evil. നിങ്ങളിൽ തിന്മകളുടെ ഇരട്ടി പങ്കുണ്ടോ? Don't you worry about being righteous. നിങ്ങൾ നീതിയുള്ളവരല്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടോ? No one gets a pass. എല്ലാവരും തന്നെ ഇപ്പോൾ ഈ ഒരു മാറ്റത്തിലേക്ക് വരണം. We are all responsible for these ethical principles. ഈ ധാർമ്മിക പ്രമാണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവിഷ്കരിക്കുന്നതിന് പ്രിയരെ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. Just a few minutes more and I will stop. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ അവസാനിപ്പിക്കാം ഇന്നത്തെ ധ്യാനവും പഠനവും. And we can take questions if you'd like. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ഉയർത്താവുന്നതാണ്, അതിനും സമയം തരാമായിരിക്കും. And we have all the bishops here who are smarter than me. എന്നേക്കാൾ അറിവും പരിജ്ഞാനവുമുള്ള തിരുമേനിമാർ ഇവിടെ ഉണ്ട്. They can answer your questions. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടി പറയാനും കഴിയുമല്ലോ. In the main, പ്രധാനമായിട്ടും the Beatitudes use two verbs. 2 ക്രിയാപദങ്ങൾ ഈ ഭാഗ്യവർണ്ണനകളിൽ നാം കണ്ടെത്തുന്നുണ്ട്. Are and will. ഇപ്പോൾ വർത്തമാനകാലത്ത് ആകുന്നു എന്ന് പറയുന്നതും ഭാവി കാലത്ത് ആകും എന്ന് പറയുന്നതും ആർ എന്നും വിൽ എന്നുമുള്ള 2 പദങ്ങൾ, ക്രിയാപദങ്ങൾ ഉപയോഗിച്ചിരിക്കുകയാണ്. Each beatitude begins in the main in the present tense. ഈ ഭാഗ്യവർണ്ണനകളെല്ലാം തന്നെ ആരംഭിക്കുന്നത് വർത്തമാനകാല ക്രിയയിലാണ്. It begins by saying, blessed are. നമ്മൾ വായിക്കുന്നത് ഭാഗ്യവാന്മാരാകുന്നു എന്നുള്ള രീതിയിലാണ്. That is the present tense. അത് വർത്തമാനകാല ക്രിയയാണല്ലോ. And then it moves on to the future tense. തുടർന്നാണ് അത് ഭാവികാല ക്രിയയിലേക്ക് പ്രവേശിക്കുന്നത്. For they will. അതായത് അവർ ആയിത്തീരും എന്നാണ്. Blessed are present tense. നമ്മൾ പറയുന്ന ഭാഗ്യവാന്മാരാകുന്നു എന്നുള്ളത് വർത്തമാനകാല ക്രിയയാണ്. For they will future tense. എന്നാൽ അവരായിത്തീരും എന്നുള്ളത് ഭാവികാലത്തിൻ്റെ ക്രിയയാണ്. Listen to them. അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Blessed are the poor in spirit. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. For theirs is the kingdom of heaven. സ്വർഗരാജ്യം അവർക്കുള്ളത്. Blessed are those who mourn. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. For they will. അവർക്ക് ആശ്വാസം ലഭിക്കും. Blessed are the meek.
സൗമ്യത ഉള്ളവർ ഭാഗ്യവാന്മാർ, for they will inherit the earth. അവർ ഭൂമിയെ അവകാശമാക്കും. Blessed are those who hunger and thirst for righteousness, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, for they will be filled. അവർക്ക് തൃപ്തി വരും. Blessed are the merciful, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, for they will receive mercy. അവർക്ക് കരുണ ലഭിക്കും. Blessed are the pure in heart, ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, for they will see God. അവർ ദൈവത്തെ കാണും. Blessed are the peacemakers, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, for they will be called the children of God. അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. Blessed are those who are persecuted for righteousness' sake, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, for theirs is the kingdom of heaven. സ്വർഗരാജ്യം അവർക്കുള്ളത്. I think we shall stop there. നമുക്കിവിടെ ഇന്ന് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു.